മണിച്ചിറമ്മയുടെ ടെറസിലെ ഗാർഡൻ. താഴെയൊക്കെ ഉണ്ട്, പോരാത്ത ടെറസിലെ ഗാർഡൻ. നല്ല രസമാണ് ടെറസിൽ കാറ്റുകൊണ്ട് എന്തായാലും പുളി മുതല് പച്ചമുളക് വരെ ഇവിടെ. ഇതൊക്കെ പച്ചമുളക് ഇതുണ്ട്, പച്ചമുളക് വഴുതന, നാരകമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. 10 എണ്ണം ഉണ്ടായിരുന്നൊക്കെ പറയുന്നത്. ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ നാട്ടിൽ പോണോണ്ട് അടുത്തൊരു വാട്ടം വന്നു. ആലത്തൂരെ രാധയെടുത്തി തന്നതാ എനിക്ക് ഈ ചെടികൾ. ഇത് സുന്ദരി ചെടിയാട്ടോ, നല്ല പൂ ഉണ്ടാവും. അതെ, നല്ല വെളുത്ത പൂവ്. അതെന്താ രാധയെടുത്തിയുടെ ചെടിയാണ്. ഇതതെ, ഇതിന്റെ രാധയെടുത്തി കൊടുത്ത മുളക് ചെമ്പരത്തി. പിന്നെ ആ പ്ലാവൊക്കെ രാധയെടുത്തിയാണ്. അതെ, പ്ലാവ് രാധയെടുത്തിയ. രാധേത്തര ഗാർഡനിലെ സാധനങ്ങളുണ്ടെന്ന്. കറ്റാർ വാഴ, അതേ പുളി. ഏതാ പപ്പായി? അതെ അതെ, അത് ശരിയാണ്. പിന്നെ അവിടെ ലെമൺ ഗ്രാസ് അവിടെ. അതെ, ഇഞ്ചിപ്പുല്ല് കിട്ടില്ല. മാവ്, പ്ലാവ്, പുളി, നാരകം, അങ്ങനെ തുടങ്ങിയതും തുളസി, നല്ല നീലാമ്പല. ഇത്രയും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകലാണ് ഏറ്റവും വലിയ ചെറിയമ്മേള. അതെ, അപ്പൊ തുടങ്ങിയതാ. ഇതിൽ എന്റെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല കേട്ടോ. കാര്യം പറയാം, ആദ്യം 5-8 ചെടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെള്ളം നനയ്ക്കൊക്കെ ചെയ്യും. ഞാൻ കൊറേ 50-60 പോയാൽ നിർത്തി. അതുവരെ കറിവേപ്പില എല്ലാം. നാരകം, നിങ്ങള് 2 പേർക്കുള്ള പച്ചക്കറി. അമ്മ നോക്കൂ, വെള്ളം ഒഴിക്കുന്ന ആമയുടെ ഛായ അല്ലേ? ആമയുടെ എല്ലാ ഭാഗത്തും കൂടി വെള്ളം ചീറ്റ് ചെയ്യാതെ റെഡ് കളറാവും, ഇങ്ങനെ പച്ച. ഭംഗിന്റെ കണ്ടില്ല ഇങ്ങനെ. എനിക്ക് തോന്നണം അത് ശതാവരി. ഓ, അത് ഉണ്ടായി കഴിഞ്ഞാ അടിപൊളി. ഇപ്പൊ ചട്ടിയിലാണ് നിൽക്കണത്. അത് ജർമ്മനിന്ന് ഞാൻ വിത്ത് കൊണ്ടുവന്ന് ഉള്ളിലിട്ടു. 4 വിത്ത്. 4 മാസം കഴിഞ്ഞു അതൊന്ന് മുളയ്ക്കാൻ. തുളസിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് പറ്റിയ ഇപ്പൊ മുത്തശ്ശിയുടെ പ്ലാനാണ് ഇതെല്ലാം ഐഡിയ. പാത്രത്തൂടെ ഈ പൈപ്പ് വഴി ഡ്രമ്മിൽ കളക്ട് ചെയ്യുക. അപ്പൊ പിന്നെ ഒരു അപ്പൊ ചെടികള് നനയ്ക്കാൻ ഇഷ്ടം പോലെ വെള്ളം ആവും. മഴയില്ലാത്തപ്പോ നനയ്ക്കാം. ഇപ്പൊ ഇതൊക്കെ 2 ദിവസത്തേക്കും കൂടി ഉണ്ടാവും. 3 ദിവസം മുമ്പ് മഴ പെയ്തു. 2 ഡ്രം. സമ്മർ സീസണായ വേണ്ടി വരും ഇതൊക്കെ. നമുക്ക് കാവേരി വെള്ളാണേ. അപ്പൊ ചെടിക്ക് നനയ്ക്കാനൊന്നും. അപ്പൊ താഴെ ഇറങ്ങണ്ടല്ലോ. ഇതും മണിച്ചിറമ്മയുടെ ഒരു ആർട്ടാണ് കേട്ടോ. ടെറസ് മുഴുവൻ